ഇമേജ് വർദ്ധിപ്പിക്കാൻ CM തന്നെ ചെയ്ത പണിയല്ലേ ഇത്? ഇവിടെയും കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധാർഷ്ട്യം കാണിക്കാത്തതെന്ത്? ഒടുവിൽ ഭരണം പിടിച്ചു നിർത്താൻ സ്വന്തം മകനെ വരെ കാട്ടിക്കൊടുക്കേണ്ടി വന്നു അല്ലേ? സ്വന്തം കുടുംബത്തെക്കാൾ വില തന്റെ കരിയറിന് നൽകുന്ന ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാകാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു CM? ഒഞ്ചിയത്തും വടകരയിലും മോർക്കാട്രിയിലും മേറാമലയിലും നാദാപുരത്തും പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്ന ചെറുപയർ പട്ടാളത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തല ലോക്കപ്പിലിട്ടടിച്ച് കമ്മ്യൂണിസ്റ്റ് മൂർദാബാദ് എന്ന് വിളിക്കാൻ പറഞ്ഞപ്പം ശബ്ദം പുറത്തു വരാത്ത സഖാവ് മണ്ടോടി കണ്ണാട്ടൻ സ്വന്തം ചോര കൊണ്ട് ലോക്കപ്പിന്റെ ചമരില് അരിവാൾ ചുറ്റിക വരച്ചു വെച്ച് ആ മണ്ടോടി കണ്ണാട്ടന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ എന്റെ അച്ഛൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്റെ അമ്മന്റെ മുഖത്തു നോക്കി ഒന്നേ പറഞ്ഞുള്ളൂ, കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചോന്ന കൊടി പിടിപ്പിച്ചോളന്ന്. ആ അമ്മയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാണ്ട് വെടികൊണ്ട് തലച്ചോറ് ചിതറിക്കടന്ന എന്റെ അച്ഛനെ പോലുള്ള സഖാക്കളുടെ ചോരയിൽ മുക്കിയെടുത്തതാണ് ഈ ചെങ്കൊടി. നിങ്ങൾ എന്നെങ്കിലും എന്റെ നന്മ കണ്ടിട്ടുണ്ട്? മകനെ ശിക്ഷിച്ചാൽ അത് കുറ്റം. അഴിമതിക്കാരൻ, കൊലപാതകി, മനുഷ്യത്വമില്ലാത്തവൻ, അങ്ങനെ ഒരുപാട് ബിരുദങ്ങൾ നിങ്ങൾ എനിക്ക് ചാർത്തി തന്നിട്ടുണ്ടല്ലോ. എന്റെ മകനായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, വേണ്ടേ? പിന്നെ ഭരണം, ഈ ഭരണം ആർക്കു വേണ്ടിയാണെന്ന് ഇതുവരെയായിട്ടും നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ലേ? എന്നാ കേട്ടോ, എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ച് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടെന്റെ ചുറ്റും. അവരുടെ വിശ്വാസത്തിന് വേണ്ടിയാണ് എന്റെ ഭരണം. പുന്നപ്രയിലും വയലാറിലും മർദ്ദനമേറ്റു മരിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കാതെ ഇൻകുലാബ് വിളിച്ചവരെ ഈ മുദ്രാവാക്യം 1000 വട്ടം വിളിച്ചിട്ടുണ്ട് വിശ്വൻ. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ഭരണം. ഇടനെഞ്ചിൽ ഊർഷാസിയുടെ ഇടിയേറ്റ് ചെറുപ്രായത്തിലെ മരണപ്പെട്ടു പോയ മക്കളുള്ള ഒരുപാട് അമ്മമാരുണ്ട് എന്റെ ഈ നാട്ടിൽ. അവർക്ക് വേണ്ടിയാണ് എന്റെ ഈ ഭരണം. പാവപ്പെട്ടവർ, ആശയറ്റുപോയവർ, ഭക്ഷണമില്ലാത്തവർ, മക്കളുണ്ടായിട്ടും നോക്കാൻ ആരുമില്ലാത്തവർ, അവർക്കൊക്കെ വേണ്ടിയാണ് എന്റെ ഈ ഭരണം. ജാതി പറഞ്ഞുറഞ്ഞു തുള്ളുന്ന ആത്മീയ വ്യഭിചാരികളുമായി കൂട്ടുചേർന്ന് ഭരണം എങ്ങനെയും നിലനിർത്താൻ ഈശ്വരനൊരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല. ഐ ആം എ കമ്മ്യൂണിസ്റ്റ്. ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയേകി ഇങ്ങ് തെക്കേ അറ്റത്ത് ഇത്തിരിപ്പോന്നൊരു ചുകന്ന ഭൂമിയെ അഭിമാനത്തോടെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട സഖാവ്